ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഗൈസ്. ഇന്നാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടിയും കാര്യം ഉള്ളതാണ് ഗൈസ്. നമുക്ക് ബസ് ഡ്രൈവറും കാര്യം ആയിട്ടാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടിയും കാര്യം വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കാണെങ്കിൽ നേരെ ഒന്ന് ജിമ്മിലൊന്ന് വർക്കൗട്ടിങ് ആളൊക്കെ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ അങ്ങനെ വർക്കൗട്ടിങ് ആളൊക്കെ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു മെഷീനിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കയറി വെക്കുന്നത്. ഇതിൽ ഞാനൊന്ന് ഓടുകയാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യാനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം മസിലൊക്കെ ഇച്ചിരി കുറഞ്ഞു ഗൈസ്. അപ്പം നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാനാണെങ്കിൽ ആ വർക്കൗട്ട് ഞാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാനൊരു 10 മിനിറ്റാണ് ഗൈസ് വർക്കൗട്ട് ചെയ്യാനൊക്കെ എടുക്കുന്നത്. 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ വേറെ പണി ഞാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളാണെങ്കിൽ ഇച്ചിരി നേരെ വർക്കൗട്ട് ഞാനൊക്കെ ചെയ്യാൻ എടുക്കുന്നുള്ളൂ ഗൈസ്. നമ്മളാണെങ്കിൽ സൺഡേയും കാലൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് കാലം ചെയ്യുന്നതായിരിക്കും. ഇതൊന്ന് പൊക്കി നോക്കട്ടെ ഗൈസ്. ഇതും പൊക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിനൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റ് ഗൈസ്. പൊങ്ങോട്ടെ ഊൻ്റെ പൊന്നെ മസിലും കാര്യങ്ങളൊക്കെ കയറി പിടിച്ചു ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നല്ല അടിപൊളി തണുത്ത വെള്ളത്തിൽ അങ്ങ് പോയി ചാടണം ഗൈസ്. അപ്പോൾ ഉള്ള ആ സുഖം കിട്ടുന്ന സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ കിട്ടത്തില്ല ഗൈസ്. നമുക്കാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊക്കെ പോയി ചാടി കുളിക്കാൻ ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നല്ല തണുത്തോളം ഉൻ്റെ പോന്നെ എന്ത് തണുപ്പിടേ ഗൈസ്. നല്ല രീതിക്ക് അങ്ങ് കുളിച്ചേക്കാം ഗൈസ്. കുറേ നേരം യാത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വേർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളാണെങ്കിൽ നല്ല രീതിക്ക് അങ്ങ് കുളിക്കുകയാണ് ഗൈസ്. നല്ല അരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഞാൻ കുളിച്ചിട്ടുണ്ട്. ഞാനാണ് കുളിച്ചും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഒന്ന് പോയി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം. ഇതിനകത്താണ് ഗൈസ് നമ്മളെ ഡ്രസ്സ്. ഇതല്ല ഗൈസ്. ഇതല്ല ഗൈസ്. ഇത് തന്നെയാണ് ഗൈസ്. ഇതൊരു ഗ്ലാസും ആ ഗ്ലാസ്സില്ലെങ്കിൽ ഗൈസ് വേറെ ബസ്സിൻ്റെയൊക്കെ മണ്ടേ നമ്മളെ ബസ് എന്ന് ഒട്ടിയിരിക്കും ഗൈസ്. നമുക്ക് ചായ ഒന്ന് കുടിച്ചേക്കാം. എൻ്റെ മോനെ അടിപൊളി ചായ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കുടിച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി ഗൈസ് നമ്മളെ ഗിടുകിടും ബുള്ളറ്റിലാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ വെക്കാം ഗൈസ്. നമ്മളെ റെഗുലറി ഒരു ബസ് സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാണ് ഗൈസ്. ഇന്ന് മുതൽ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിങ് കാര്യങ്ങളായിട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന സർക്കാർ. ചിലപ്പോൾ ഇനി മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പൊതു ഒരു ബസ് സ്റ്റാൻഡ് ഗൈസ്. എൻ്റെ മോനെ നമുക്ക് ബസ് എടുക്കാനുള്ള ടൈം കാര്യങ്ങളായിട്ടുണ്ടല്ലോ ഗൈസ്. നമ്മൾ ഈ ഒരു അറ്റത്തുള്ള ബസ്സാണ് നമ്മൾ കയറുന്നത്. ഞാൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ എൻജിൻ ടോർക്കുന്നതൊക്കെയാണ് ഗൈസ്. എൻജിനൊന്ന് ചൂടാക്കട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ നല്ല രീതിക്ക് എൻജിനും കാര്യങ്ങളൊക്കെ ചൂടാക്കുകയാണ്. ഗൈസ് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുകളൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും കയറി ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് ഇനി നമുക്ക് നീണ്ടൊരു യാത്ര കാര്യങ്ങളൊക്കെ കഴിയണം. നല്ല കുറേ യാത്ര ചെയ്യാനുണ്ട് ഗൈസ്. ഇന്നാണെങ്കിൽ ഗൈസ് എന്നത്തെയും ജോലി കൂടുതലുള്ളൊരു ദിവസമാണ് ഗൈസ് ഇന്ന്. അതുപോലെ തന്നെയാണ് ഗൈസ് നമുക്കാണെങ്കിൽ ഇന്നൊരു ബ്രിഡ്ജിൻ്റെ അടികടയും കാര്യങ്ങളൊക്കെ പോകാനുണ്ട് ഗൈസ്. ഇന്ന് തുരങ്കത്തിൻ്റെ അകത്തൊക്കെ ഇന്ന് പോകാനൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ ഗൈസ് നമ്മളെടുത്തേക്കുന്ന ബസ്സെന്ന് വെച്ചാൽ KSRTC മിന്നലല്ല ഗൈസ്. KSRTC സ്വിഫ്റ്റാണ് ഗൈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബസ്സല്ലേ ഗൈസ് KSRTC. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ആളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഒന്ന് നമുക്ക് വെച്ച് പിടിക്കാം. ഇങ്ങോട്ടാണെന്നൊന്നുമില്ല, നമ്മളെവിടെയെങ്കിലും കാണുന്നു. എവിടെയെങ്കിലും നമ്മളെ ലാസ്റ്റ് സ്പോട്ടിങ് ആളും നമ്മളെ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ഓട്ടോ ആളൊക്കെ തുടങ്ങിയോണ്ട് തന്നെയാണ് ഫസ്റ്റ് നമ്മളെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഏരിയയിലാണ്. ഇതിൻ്റെ അകത്താണ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡിങ് ആളൊക്കെ വരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് കുറേ പേര് കയറാനും ആളൊക്കെ ഉണ്ട് ഗൈസ്. കുറേ പേര് നല്ല വെയിറ്റിങ്ങിലാണ് ഗൈസ്. കട്ട പോസ്റ്റിംഗ് ആണ് ഗൈസ് അവിടെ ഗൈസ്. ഇതിൻ്റെ ഫൈനൽ പാർട്ടാന്ന് വെച്ചാലുണ്ട് ഗൈസ്. ഇതിനു മുമ്പ് കുറേ പാർട്ട് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഗൈസ്. ഇതിനു മുമ്പ് ഞാനൊരു 3 വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക. ഗൈസ് നമ്മൾ ബസ്സുകളൊക്കെ ഇങ്ങോട്ട് നിർത്തിയിടാം ഗൈസ്. ഇനി ആൾക്കാരെല്ലാം ഒന്ന് കയറിയിട്ട് നമ്മളാണെങ്കിൽ നേരെ അങ്ങ് നമ്മൾക്ക് ബസ്സിനകത്ത് എല്ലാവരും കയറിയിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് കട്ടുകളൊക്കെ എടുത്താണ് ഗൈസ് നമ്മളിനി പോകുന്നത്. എങ്ങോട്ടാണെന്ന്
വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരിയാണെങ്കിൽ നമുക്ക് പോകേണ്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആൾക്കാർ കുറേ പേര് നിൽക്കും ഗൈസ്. അപ്പം അങ്ങോട്ട് ഇറങ്ങാനുള്ള ആൾക്കാരും കുറേ പേര് കാണും. അപ്പം സോ നമുക്കാണെങ്കിൽ ഈ വണ്ടിക്കാണെങ്കിൽ കിളിയുമില്ല, കണ്ടക്ടറില്ല ഗൈസ്. അപ്പോൾ ഈ വണ്ടികൾക്ക് ഇവിടുത്തെ അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനും കാണാൻ ചെന്നതിന് ശേഷം അവിടുത്തെ ആൾക്കാരെല്ലാം ഒന്ന് കയറ്റണം. എന്നിട്ട് വേണം ഗൈസ് നമുക്ക് അടുത്തോട്ട് പോകാൻ. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ആ എയർപോർട്ടിലോട്ട് കാണുവാണ്. അപ്പം സോ ഗൈസ് നമുക്ക് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പത്തിച്ച് വിടാൻ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ പയ്യാണ് പോകുന്നത്. ഈ വണ്ടിക്കാണെങ്കിൽ ഇത്ര സ്പീഡേ ഉള്ളൂ ഗൈസ്. പക്ഷെ അതൊക്കെ പോട്ട് ഗൈസ്, ഈ ചാനൽ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നൊക്കെ ഞാൻ കേട്ടല്ലോ ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് ഈ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ വണ്ടിക്കാണെങ്കിൽ ചെറിയൊരു അസുഖമാണ്ട് ഉണ്ട് ഗൈസ്, തന്നെ കിടന്ന് പൊങ്ങുന്നു ഗൈസ്. ഷോക്കോംസർ കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഗൈസ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പം സോ എൻ്റെ പൊന്നെ ട്രെയിനൊന്നും വരല്ലേ ഗൈസ്. ഭാഗ്യത്തിന് ട്രെയിനൊന്നും വന്നില്ല ഗൈസ്. ഇനി ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇറക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ അവരെയും അയാളൊക്കെ ഇറക്കി ഗൈസ്. നമുക്കാണെങ്കിൽ ഇവിടെ ആയിട്ട് ഗൈസ് ഒന്ന് വളച്ചു നിർത്തണം. ജുറാസിക് പാർക്കിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു ബസ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഇവിടെ ആയിട്ട് റൂട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂട്ടിൽ പറഞ്ഞ കണക്കല്ലേ ഗൈസ് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഇവിടെ നിന്നാണെങ്കിൽ ആരും കയറാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ വണ്ടികളെ ചെക്ക് ചെയ്യാനാണ് ഗൈസ് ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പം സോ ഞാൻ വണ്ടികളൊക്കെ ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഇതിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാറ്റുണ്ടോ നോക്കിയിട്ടുണ്ടോ? ആ കാറ്റ് അത്യാവശ്യം ഉണ്ട് ഗൈസ്. അപ്പം കാറ്റ് അത്യാവശ്യം ഉണ്ട്. ബാക്കിലുണ്ടോ ഗൈസ്? അപ്പം കാറ്റ് അപ്പം ബാക്കിലുണ്ടോ നോക്കട്ടെ ഗൈസ്. അപ്പം ബാക്കിലുണ്ട് കേട്ടോ ഗൈസ്. നോർമൽ കാറ്റ് തന്നെയാണ്, ഹൈ കാറ്റില്ല, ലോ കാറ്റേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ എല്ലാം ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം സോ നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിട്ടാണ് അടുത്ത സ്റ്റോപ്പും കാര്യങ്ങളും വരുന്നത് ഗൈസ്. അപ്പം സോ അവിടെ മോനെ ട്രെയിനുകളൊക്കെ വന്ന് ഗൈസ് നമ്മൾ അടറക്കിയ ആൾക്കാരെല്ലാം അതിനകത്ത് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടികളൊക്കെ ഒരു ദിവസം വരുന്നുണ്ട് ഗൈസ്. നമുക്ക് നൈറ്റ് ബസ് ഓട്ടിക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം നിങ്ങളെ കമൻറ്റ് ഇടുന്നതിനനുസരിച്ച് ഗൈസ് നമ്മളെ വീഡിയോ എല്ലാം ഡെവലപ്പ് ആക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ നമ്മളെ പെട്രോൾ പമ്പിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഒരെണ്ണം വരുന്നുണ്ട് ഗൈസ്. അയാൾ ഇടിക്കാതെ കയറി പോകണം. അയാൾ ഗൈസ് മറിഞ്ഞടിച്ച് വീണു ഗൈസ്. അയാൾ തന്നെയാണ് തെറ്റിയാണ്ട് അടിച്ച് വീണ. മരയൊക്കെ അല്ലേ ഗൈസ്, പായലല്ലേ ഗൈസ്. ഈ വണ്ടികളൊക്കെ നമുക്ക് വളച്ചിടണം ഗൈസ്. അപ്പം സോ നമുക്കാണെങ്കിൽ ഈ വണ്ടികളൊക്കെ നൈസിന് വളച്ചിടാം. എവിടെയും തട്ടാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. തട്ടയാണെങ്കിൽ ഗൈസ് വേറുള്ള ബസ്സുകാരന്മാർ ഇവിടെ വന്ന് നമ്മളെ അടിക്കും ഗൈസ്. അപ്പം നമുക്ക് എവിടെയും തട്ടാതെ ഗൈസ് നമുക്ക് നൈസിന് എടുത്തിടാം ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ നൈസിന് വളച്ചുകളൊക്കെ ഇട്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ ബസ്സുകളൊക്കെ ഇവിടെ വളച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം സോ അങ്ങനെ എല്ലാവരും ആളൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ എയറിങ് ആളൊക്കെ അടിപൊളിയാക്കി ചെക്കിങ് ആളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ ഗൈസ് നമ്മളെ ടണൽ വരിയാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ടണൽ വരികയാണ് ഗൈസ് നമുക്കപ്പോൾ പോകേണ്ടത്. അപ്പം ഗൈസ് ഇത് നമ്മളെ ട്രാക്കിംഗ് ആളും ആണേ ഗൈസ്. ആരും കമൻ്റ് ഒന്നും ഇടല്ലേ ഗൈസ് ഇത് ട്രെയിനിൻ്റെ ആണെന്ന്. അപ്പുറത്താണ്ടെയാണ് ഗൈസ് ട്രെയിനിൻ്റെ ട്രാക്കിംഗ് ആൾ വരുന്നത്. ഇത് ബെസ്റ്റ് ട്രാക്ക് എന്നാണ് ഗൈസ് ഇവിടുത്തെ ഒരു പേര് ഗൈസ് വരുന്നത്. അപ്പം സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ ബെസ്റ്റ് ട്രാക്കിംഗ് ആൾ വരുന്നത്. അപ്പം ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ നേരെ നമുക്ക് പയ്യെ കത്തിച്ച് വിട്ടാൽ മതി ഗൈസ്. അപ്പം നമ്മൾ പയ്യെ നമ്മളെ വണ്ടി ഇങ്ങനെ നീക്കുകയാണ്. ഓ ഗൈസ് ഓണ്ട ഗൈസ് ഇല്ല ടണൽ വരികയാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. അപ്പം നമ്മളെ വണ്ടിയുടെ സൗണ്ട് ഇരച്ച് കയറും ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പം സോ ഈ ബസ്സിനകത്താണെങ്കിൽ ഭയങ്കര അടികളൊക്കെ നടപ്പുണ്ട് ഗൈസ്. അപ്പം എസ് ടി വരാത്ത തന്നെയാണ്. അപ്പം സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്ന് ഗൈസ് വീഡിയോസൊക്കെ കാണത്തുള്ളൂ. ഇപ്പോഴേ ഞാൻ പറയുകയാണ്. അപ്പം എല്ലാവരും നല്ല രീതിക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടും ആളൊക്കെ ചെയ്യുക. അപ്പം നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഗൈസ്. അപ്പം ഗൈസ് നമ്മളങ്ങനെ ടണലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവിടെ ആണെങ്കിൽ ഭയങ്കര അടി ഗൈസ്. നമ്മൾ ബസ്സിൻ്റെ ബാക്കിൽ അവരെയൊക്കെ തലയ്ക്കാണ് വെച്ച് അടിച്ചു കൊടുത്തെന്നാണ് ഗൈസ് കേൾക്കുന്നത്. നമുക്കും കേട്ടു ഗൈസ് അവർ ഇന്ന് നല്ലത് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ അവരാണെങ്കിൽ ഇന്ന് പ്ലാവയാണൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം സോ നമ്മളെ ബസ് എവിടെയെങ്കിലും ഇടിച്ച് ഒട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒന്നും നല്ലത് പിടിക്കാൻ ചാൻസ് കുറവാണ് ഗൈസ്. അപ്പം ബാക്കിലിരിക്കുന്നവരാണെങ്കിൽ ഗൈസ് നമ്മളെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇതാക്കുന്നുണ്ട്. അവരെ ഇവിടെ ഇറക്കി വിടുകയാണെങ്കിൽ പോലീസ് ചെന്ന് പരാതി വിടുകയാണെങ്കിൽ ഗൈസ് നമ്മൾ കുടുങ്ങും ഗൈസ്. അപ്പം സോ നമുക്ക് ഈ ടണലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കാണാൻ ഗൈസ്. ഇതെന്താണ് ഗൈസ് വിശാലമായിട്ട് കിടക്കുന്ന റോഡ് ഗൈസ്. ഒറ്റ മനുഷ്യനില്ല ഗൈസ് ഈ ഏരിയയിൽ ഗൈസ്. ഈ ഏരിയയിലൊക്കെ വന്ന് ഗൈസ് നമുക്ക് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടത്താൻ അടിപൊളിയായിരിക്കും ഗൈസ്. നല്ല അടിപൊളി ലൊക്കേഷനാണ് ഗൈസ്. അപ്പം
അടിപൊളി ലൊക്കേഷൻ എന്ന് വെച്ചാൽ ലൊക്കേഷനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം സോ അവരെയും ആളൊക്കെ ഞാൻ ബസ്സിൽ നിന്ന് ആളൊക്കെ ഇറക്കി വിട്ടായിരുന്നു ഗൈസ് നമ്മുടെ ടണലിൽ തന്നെ. അപ്പോൾ അവർ ബസ്സിന് ആളൊക്കെ കൈ കാണിച്ച് വേറെ ബസ്സിനകത്ത് ഏതാണ്ട് കയറിപ്പോയെന്നാണ് ഇവരെ കേട്ടത്. അപ്പം സോ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ടും ആളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം സോ നമ്മൾ ഈ ഷോർട്ട് കട്ടും ആളൊക്കെ കയറി ഗൈസ് നമ്മൾ ഫൈനലി നമ്മളെ റോഡിലും ആളൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ റോഡിൽ ആളൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത്ര നേരത്തെ യാത്ര എന്ന് പറയാമോ ഗൈസ്, നമ്മൾ ഡ്രൈവ് ചെയ്ത് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സോ ഇനി എയർപോർട്ടിലും കൂടെ നിർത്തിയതിന് ശേഷം നേരെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോയി ബസ് ഇട്ടതിന് ശേഷം ഗൈസ് നമുക്ക് നേരെ വീട്ടിൽ നിന്ന് പോകണം ഗൈസ്. അത്രയ്ക്ക് നല്ല ഉറക്കങ്ങളൊക്കെ വന്നിരിപ്പുണ്ട് ഗൈസ്. ഇപ്പം സന്ധ്യ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ആകാശമൊക്കെ നേരെ കിടക്കത്തുള്ളൂ ഗൈസ്. അപ്പം ഇപ്പോൾ ഒരു രാവിലെ കണക്കാണ് ഗൈസ് ഇവിടുത്തെ ആകാശങ്ങളൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പം സോ ഗൈസ് ഇവിടെ ആൾക്കാരെയൊക്കെ ഇറക്കാനുണ്ട്. അപ്പം സോ ഇവരെയും കാര്യങ്ങളൊക്കെ ഇറക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകുന്നു. ഇറങ്ങി ഗൈസ്. അപ്പം നമുക്ക് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബസ് സ്റ്റാൻഡ് ഇനി എല്ലാവരും ഇറങ്ങിയിട്ടില്ല, ഇനി പകുതി വരെ നമ്മളെ ബസ് ഇരിപ്പുണ്ട്. ഇനി ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.